ബിഗ് ബോസ് മലയാളം സീസൺ 8 അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മെയ് 1-ാം തീയതി തൊട്ട് ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്കുള്ള കണ്ടസ്റ്റൻസിന്റെ ഓഡീഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ കുറച്ചധികം ഈ പറയുന്ന ബിഗ് ബോസിന്റെ പ്രയോറിറ്റി ലിസ്റ്റിലുള്ള അല്ലെങ്കിൽ ഈ ഒരു സീസണിലേക്ക് വിളിക്കാൻ സാധ്യതയുള്ള ഈ പറയുന്ന കുറച്ച് കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റും നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. ഇത് ആ ഒരു വീഡിയോന്റെ പാർട്ട് 2 ആണ്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ ഏകദേശം 20ഓളം വരുന്ന സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസിനെയും ആക്ടേഴ്സിനെയും ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ പേരുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും അധികം ബിഗ് ബോസിലേക്ക് വരാനായിട്ട് സാധ്യതയുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇത് അതിന്റെ ഒരു പാർട്ട് 2 വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിലും ഏകദേശം 10ഓളം വരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8 ബിഗ് ബോസ് വിളിക്കാനായിട്ട് സാധ്യതയുള്ള കുറച്ചധികം കണ്ടസ്റ്റൻസിന്റെ പേരും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ അപ്ഡേറ്റുകൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 വീഡിയോന്റെ ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആദ്യത്തെ പേര് പറയുന്നത് ഇൻസ്റ്റഗ്രാം ഫെയിം ആയിട്ടുള്ള അശ്വിനി എ ആണ്. അതായത് ഇൻസ്റ്റഗ്രാമിൽ ഒത്തിരി സബ്സ്ക്രിപ്ഷനൊക്കെ നേടിക്കൊണ്ട് കോടിക്കണക്കിന് രൂപ പ്രതിമാസം സമ്പാദിച്ചിരുന്ന അശ്വിനി എ. അപ്പോൾ പുള്ളിക്കാരത്തി ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് ഒരു വൈറൽ താരം എന്നുള്ള രീതിയിൽ വിളിക്കാനായിട്ട് സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് രണ്ടാമത്തെ പേര് പറയുന്നത് ഡാൻസറും കോണ്ടന്റ് ക്രിയേറ്ററുമായിട്ടുള്ള പ്രണവ് കൊച്ചു ആണ്. പുള്ളിക്കാരനൊരു യൂട്യൂബറാണ്. പുള്ളിക്കാരനെയും ഈ പ്രാവശ്യം വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് മൂന്നാമത്തെ പേര് ഞാൻ പറയുന്നത് നമ്മുടെ വാർത്താ ചാനലുകളൊക്കെ നിങ്ങൾ കണ്ടു കാണും, ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ശ്രീജിത്ത് പണിക്കരാണ്. ശ്രീജിത്ത് പണിക്കരെയും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് നാലാമത്തെ പേര് ഞാൻ പറയുന്നത് ആങ്കർ ആയിട്ടുള്ള ശ്രുതി സിത്താര. അപ്പൊ ശ്രുതി സിത്താരയും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 ഭാഗമാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് അഞ്ചാമത്തെ പേര് പറയുന്നത് ആക്ട്രസ് ആയിട്ടുള്ള ദീപ്തി കല്യാണിയാണ്. ഒരുപാട് പേർക്ക് അറിയാൻ പറ്റും, സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ദീപ്തി കല്യാണിയെയും ഈ പ്രാവശ്യം ബിഗ് ബോസിൽ വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് ആറാമത്തെ പേര് ഞാൻ പറയുന്നത് യൂട്യൂബറും കോണ്ടന്റ് ക്രിയേറ്ററുമായിട്ടുള്ള സഞ്ജു ടെക്കി. സഞ്ജു ടെക്കിയുടെ യൂട്യൂബ് ചാനലൊക്കെ ഇപ്പോൾ ഭയങ്കര ഡൗൺ ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സഞ്ജു ടെക്കിക്ക് ഒരു കംബാക്ക് എന്നുള്ള രീതിയിൽ വിളിക്കാനായിട്ട് സാധ്യതയുണ്ട്. വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കോണ്ടന്റുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ അടുത്തതായിട്ട് ഏഴാമത്തെ പേര് ഞാൻ പറയുന്നത് സ്വാസികയാണ്. നമ്മുടെ ചിന്താവിഷ്ടയായ സീത എന്നൊക്കെ പറഞ്ഞുള്ള സീരിയലുകളിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ സിനിമകളിലൊക്കെ ആക്റ്റീവായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വാസിക ഈ പറയുന്ന പോലെ ബിഗ് ബോസ് മലയാളം സീസൺ 8 വിളിക്കാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. ദെൻ അടുത്തതായിട്ട് എട്ടാമത്തെ പേര് ഞാൻ പറയുന്നത് ഏഷ്യാനെറ്റിലെ സ്വാന്തനം സീരിയൽ ഫെയിം ആയിട്ടുള്ള സജിൻ TP ആണ്. സജിനെ ഇതിനു മുമ്പുള്ള സീസണുകളിലൊക്കെ ആയിട്ട് വിളിച്ചതായിട്ടും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന സജിനെ ഈ പ്രാവശ്യം സീസൺ 8 വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് ഒൻപതാമത്തെ പേര് പറയുന്നത് സന്തോഷ് വർക്കിയാണ്, നമ്മുടെ ആറാട്ടണ്ണൻ. ആറാട്ടണ്ണനെ വിളിക്കുമെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കും, പക്ഷെ വിളിച്ചു നോക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം അത്യാവശ്യം നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ആറാട്ടണ്ണൻ. അതുപോലെ തന്നെ ഈ പറയുന്ന അലിൻ ജോസ് പെരേര ആ ഒരു കൂട്ടത്തിൽ നിൽക്കുമ്പോൾ മാത്രമാണ് ഈ പറയുന്ന ബോധമില്ലാത്ത രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ആറാട്ടണ്ണന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അല്ലാത്ത പക്ഷം പുള്ളിക്കാരനൊരു നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 8 വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിന് അടുത്തതായിട്ട് പത്താമത്തെ പേര് ഏറ്റവും അവസാനം പറയുന്നത് ശ്രീവിദ്യ മുല്ലശ്ശേരിയാണ്. ഇപ്പോൾ ഈ ഇടക്ക് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു, ഒരു ആക്ട്രസ് ആണ്. അപ്പോൾ ശ്രീവിദ്യ മുല്ലശ്ശേരിയെയും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏകദേശം 10 കണ്ടസ്റ്റൻസിന്റെ പേരുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ആകെ മൊത്തം നമ്മുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ 30 കണ്ടസ്റ്റൻസിന്റെ പേരുകൾ ടോട്ടലി ആയിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നത് നമ്മുടെ ജാസിയെ പറഞ്ഞിരുന്നു, രേഖ രതീഷ്, തൊപ്പി, സന്തോഷ് പണ്ഡിറ്റ്, സിദ്ധാർത്ഥ് പ്രഭു, മറ്റേ നമ്മുടെ മല്ലു ഫാമിലിയിലെ പൊന്നൂസ്, അടുത്തത് ഹെലനോസ് പാട്ട, രാജീവ്, അടുത്തതായിട്ട് നമ്മുടെ ശ്രീലക്ഷ്മി അറക്കൽ, ബൈജൂസ് വ്ലോഗിലെ ബൈജു ചേട്ടൻ, രാഹുൽ ഈശ്വർ, ഗ്ലാമി ഗംഗ, ഉബൈദ്, റിയ ഷിബു, ഷാലു പയ്യാട്, അതുപോലെ തന്നെ നമ്മുടെ നാഗസൈലന്ത്രി, ചണ്ടാല ബാബ, ഈ പറയുന്ന യുവ കൃഷ്ണ, RJ അഞ്ജലി, പിന്നെ നമ്മുടെ മല്ലു ട്രാവലർ ആയിട്ടുള്ള ഷക്കീർ സുബാൻ, ഷാലു കുര്യൻ. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് കണ്ടസ്റ്റൻസിന്റെ പേരുകൾ നമ്മൾ ഇതിനു മുമ്പ് ഇട്ട പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ 30 പേരുകളാണ് ഇപ്പോൾ നമ്മൾ
ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഇനിയും പ്രഡിക്ഷൻ ലിസ്റ്റുകളുടെ രൂപത്തിൽ ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. കാരണം ഈ പറയുന്ന പോലെ ഏകദേശം ഒരു 10,000-ഓളം പേരെ വിളിച്ചിട്ടാണ് ഇതിൽ നിന്ന് ഒരു 20 പേരെ ബിഗ് ബോസ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ നമ്മൾ പറഞ്ഞ പലരെയും ഇതിനു മുമ്പുള്ള സീസണുകളിൽ ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേർക്ക് ഓഡീഷൻ കോളും കാര്യങ്ങളൊക്കെ കിട്ടി. ഏകദേശം സെലക്ട് ആയ വ്യക്തികൾ വരെ ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും അവസാനത്തെ സമയത്താണ് ഇവരൊക്കെ റിജക്റ്റ് ആക്കപ്പെട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വരുന്ന സീസൺ 8ലും ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാൻ പോകുന്ന കണ്ടസ്റ്റൻസ് ഇവരൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വരുന്ന മെയ് 1 മുതൽ ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്ത് നമുക്ക് ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 8 എക്സ്പെക്ട് ചെയ്യാം. ഈ പറയുന്നത് പോലെ മറ്റുള്ള സെറ്റുകൾ കടം വാങ്ങി ഇപ്പോൾ ബിഗ് ബോസ് ഓടിക്കേണ്ട ഒരു കാര്യം നമുക്കിപ്പോൾ ഇല്ല. കാരണം സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു മലയാളി സെറ്റ് നമുക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എപ്പോൾ വേണമെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 8 നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ വരുന്ന 10 സീസണുകൾ, അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 10 വരെ ലാലേട്ടൻ തന്നെയായിരിക്കും ഈ ഒരു ഷോ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ലാലേട്ടൻ ഓൾറെഡി എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോസ്റ്റും സെറ്റാണ്, സെറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ബിഗ് ബോസിന്റെ ഓഡീഷനും കാര്യങ്ങളൊക്കെ തീർന്നതിന് ശേഷം ഈ പറയുന്നത് പോലെ സീസൺ നമുക്കൊന്ന് തുടങ്ങി കിട്ടിയാൽ മതി. ഇപ്പോൾ സീസൺ വളരെ നേരത്തെ വരും എന്നുള്ള രീതിയിൽ കുറെ ന്യൂസും കാര്യങ്ങളൊക്കെ കേട്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഫേക്കാണ്. ഈ പറയുന്ന പോലെ സീസൺ വരാനായിട്ട് ഈ പറയുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലേക്ക് നീണ്ടു പോകുന്നതായിരിക്കും. ഇപ്പോൾ ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ ഓഡീഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യും. പിന്നീട് സെലക്ഷൻ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇവരുടേതായിട്ടുള്ള ഇന്റർവ്യൂസും ഇവരുടെ മറ്റു ശാരീരികമായിട്ടുള്ള ചെക്കപ്പുകളും എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ദെൻ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8 നമുക്ക് ഗ്രാൻഡ് ലോഞ്ചിങ് കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ പ്രൊമോസും കാര്യങ്ങളൊക്കെ അടുത്ത് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഈ പറയുന്നത് പോലെ തന്നെ കോമണേഴ്സ് പ്രൊമോയൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. കോമണേഴ്സ് ഉണ്ടെങ്കിൽ വളരെ നേരത്തെ തന്നെ ഈ പ്രാവശ്യം അറിയിക്കും. അപ്പോൾ കോമണേഴ്സ് ആയിട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് കൃത്യമായിട്ട് ആ ഒരു കോമണേഴ്സ് പ്രൊമോ ഒക്കെ വരുമ്പോൾ അതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് കോമണേഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ മറ്റൊരു പുതുപുത്തൻ അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്